നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാന സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വരുന്ന 100 ദിവസത്തിനുള്ളിൽ വിവിധ കർമ്മ പദ്ധതികൾ ആരംഭിക്കുകയും ഈ പദ്ധതിയിലേക്ക് സാധാരണക്കാർക്ക് ആനുകൂല്യം വിതരണം ചെയ്യുകയും ചെയ്യുന്നു. 100 ദിന കർമ്മ പദ്ധതികൾക്ക് വീണ്ടും തുടക്കം കുറിക്കുകയാണ്. ആനുകൂല്യങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് കുടിശ്ശികയായിരുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ, സംസ്ഥാനത്ത് വിതരണം ചെയ്യേണ്ട പെൻഷൻ കുടിശ്ശികകൾ, അതോടൊപ്പം തന്നെ 10,000-ഓളം വരുന്ന ആളുകൾക്ക് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിൽ വഴി ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ സപ്ലൈകോയുടെ വാർഷികം പ്രമാണിച്ച് ഭക്ഷ്യോൽപ്പന്നങ്ങൾ 10% ഡിസ്കൗണ്ടിൽ, അതോടൊപ്പം തന്നെ കിറ്റ് രൂപേണ നമുക്ക് സബ്സിഡി പ്രൊഡക്റ്റുകൾ കൂടി വാങ്ങാനുള്ള അവസരം. നിലവിൽ ഏറ്റവും വലിയ ആനുകൂല്യങ്ങളുടെ വിതരണത്തിനാണ് തുടക്കം കുറിക്കുന്നത്. 100 ദിവസത്തെ കർമ്മ പദ്ധതികൾ തയ്യാറാക്കി ഈ പദ്ധതികളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നടപ്പാക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള തീവ്ര പരിശ്രമമാണ് ഈ 100 ദിവസങ്ങളിൽ നടക്കുക. ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പൂർത്തീകരിക്കാനുള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകിയും അതോടൊപ്പം തന്നെ ഈ 100 ദിവസത്തിൻ്റെ ഇടയിൽ ആരംഭിക്കാനുള്ള പദ്ധതികൾ വളരെ വേഗത്തിൽ ആരംഭിക്കുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുത്തും. ഇതിൽ തന്നെ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണം, അത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ കുടിശ്ശികകളുണ്ട്, അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡിൽ ആനുകൂല്യം മുടങ്ങിക്കിടക്കുന്നവർക്കുള്ള സഹായങ്ങൾ വിതരണം ചെയ്യേണ്ടതുണ്ട്. സംസ്ഥാനത്തെ പെൻഷൻ കുടിശ്ശിക വന്നിട്ടുണ്ട്, ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മാസങ്ങളിലും ഇനി പെൻഷൻ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ച സ്ഥിതിക്ക് ഇതിനു വേണ്ടിയുള്ള ഫണ്ട് കൂടി സർക്കാർ കണ്ടെത്തേണ്ടതും ആവശ്യമാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 2,000 രൂപ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. 17 ഗഡുക്കളുടെ വിതരണം പൂർത്തിയായതാണ്. 18ാമത്തെ ഗഡു വിതരണമായിട്ടുള്ള 2,000 രൂപ, അതോടൊപ്പം തന്നെ കർഷകർക്ക് നിലവിൽ ലഭിക്കുന്ന വർഷത്തിലെ 6,000 രൂപ സഹായത്തിന്റെ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 5 ദിവസത്തിനുള്ളിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. കേന്ദ്ര സർക്കാർ കർഷകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ജൂലൈ മാസം 23-ാം തീയതിയാണ് രാജ്യം ഉറ്റുനോക്കുന്ന യൂണിയൻ ബഡ്ജറ്റ് ഉള്ളത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ വീടുകളിലേക്ക് KSEBയുടെ സ്മാർട്ട് മീറ്ററുകൾ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. അതായത് സ്വതന്ത്ര ചുമതല KSEBക്ക് ലഭിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ വ്യവസായ സ്ഥാപനങ്ങൾക്ക് അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ സർക്കാർ മുൻഗണന നിശ്ചയിച്ചിരിക്കുന്ന ചില വിഭാഗങ്ങൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ സ്മാർട്ട് മീറ്ററുകൾ ലഭ്യമാവുക. പിന്നീട് ഗാർഹിക ഉപയോക്താക്കൾക്കും സ്മാർട്ട് മീറ്റർ ലഭ്യമാകും. പിന്നീട് കറണ്ട് ബില്ലൊക്കെ അടയ്ക്കാതെ വരുന്ന സമയങ്ങളിൽ ഓഫീസിലിരുന്നു കൊണ്ട് തന്നെ, അതായത് സാങ്കേതിക മികവുള്ളത് കൊണ്ട് തന്നെ ഓഫീസിലിരുന്നുകൊണ്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ വൈദ്യുതി റീചാർജ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് KSEBയുടെ സ്മാർട്ട് മീറ്ററുകൾ മാറുമെന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് KSEB മീറ്ററുകൾ റീചാർജ് ചെയ്യാനാവും. റീചാർജ് ചെയ്യുന്നതിൽ നിന്ന് വൈദ്യുതി ഉപയോഗിക്കുന്നതനുസരിച്ച് എത്ര തുക കുറയുന്നു എന്ന് മനസ്സിലാക്കാനാവും. പിന്നീട് നമുക്ക് ടോപ്പ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. അതായത് ഒരു മൊബൈൽ റീചാർജ് ചെയ്ത് അത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് തന്നെ സ്മാർട്ട് മീറ്റർ, KSEBയുടെ സ്മാർട്ട് മീറ്ററും വളരെ വൈകാതെ വിതരണത്തിന് എത്തുകയാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, പ്രമേഹ രോഗികൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന ഒരു പദ്ധതിയുണ്ട്. വയോമധുരം എന്നാണ് പദ്ധതിയുടെ പേര്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPL റേഷൻ കാർഡ് ഉടമകളാണ് അപേക്ഷ വെക്കേണ്ടത്. സ്ട്രിപ്പുകളും സൗജന്യമായിട്ട് ലഭിക്കും. സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി എന്ന് പറയുന്ന പോർട്ടൽ മുഖാന്തരമാണ് അപേക്ഷകൾ വെക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.